ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ. സോ നിങ്ങൾ ഹനാന്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്ലേസിലേക്ക് വരിക, ദെൻ വിസിറ്റ് ദിസ് ബീച്ച്. ഫൈനലി ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കണ്ടെത്തി ഗൈസ്. ബീച്ചിന്റെ തന്നെ അരികിലായിട്ടുള്ള ഒരു കുടിലാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അതെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോ റിയാക്ഷൻ ചാലഞ്ച് ആണ് ഗൈസ്. കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പ്രഷൻ ഇല്ലാതെ റിയാക്ഷൻ ഇല്ലാതെ കഴിക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച്. നമ്മൾ ആദ്യം ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നന്ദുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു തുള്ളി പോരെ ഗൈസ്? കുറച്ചുകൂടി എടുക്കണം. അങ്ങനെയൊന്നും വേണ്ട, കുറച്ച് മതി. അത്രയൊന്നും വേണ്ട. നിങ്ങളും കഴിക്കണം. ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പ്രഷൻ പാടില്ല. കഴിച്ചടി ഞാനല്ലേ കഴിഞ്ഞ രക്ഷല്ലേ എങ്ങനെ പോയത്? അടുത്ത പടച്ചോനേക്ക് വലിയ അത്രല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പേടിയാവുണ്ട്. നല്ല കാറ്റ്. ഇവിടെ ഒരു മനുഷ്യല്ല, അതാണ് ഇവിടെ കാറ്റ് നോക്കിയേ, കാറ്റിന് ശക്തം കണ്ടോങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. വേനൽക്കാലത്ത് നിങ്ങക്ക് ഹനാൻഷാന കാണാൻ വരാട്ടോ. ഇവിടെ പോള് ഇവള് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പല്ലേക്ക് എടുത്താണോ? അടുത്തതായി നമ്മൾ എടുക്കാൻ പോണത് പുളിയാണ് ഗായ്സ്. അപ്പൊ പുളി ലവർ. എത്ര വേണമെങ്കിലും ഉപ്പ് വേണോ കൂട്ടി കഴിക്കാം? ഉപ്പ് വേണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഫുള്ള് എടുക്കണോ? ഫുള്ള് കഴിക്കണം? അതൊന്നും വേണ്ട, കുറച്ച്. എന്തത് എല്ലാവർക്കും കേൾക്കാം. കുറച്ചിട്ടാ മതി. ബാക്കി ബാക്കി നല്ല ടേസ്റ്റോടെ ബാക്കി ഞങ്ങൾക്ക് ഉപ്പിട്ടിട്ട് തിന്നാനുള്ളതാണ്. അപ്പൊ കുറച്ച് വേണോ? നോക്കി എത്ര വലുതാത്. എടുത്തോ, വെള്ളം ഇറക്കണ്ട, തിന്നോ. ഞാൻ കഴിക്കാൻ വേണം. ആസ്വാദനം പാടില്ല കേട്ടാ. നല്ല ടേസ്റ്റുള്ള പുളി എവിടെ നിന്ന് വാങ്ങിയ? ശരിക്കാൻ നല്ല ചെയ്യാം. തമ്മിച്ചിക്കണം. പുളി തിന്നുമ്പോ ആർക്കും പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല. കാരണം എല്ലാരും പുളി ലവേഴ്സ് ആണ് കേട്ടോ. ഉപ്പും മുളകും കൂട്ടി ഇങ്ങനെ മുളക് വെളിച്ചെണ്ണ എല്ലാം അതിങ്ങനെ പീക്കി കഴിഞ്ഞ ശേഷം കയ്യിൽ നക്കുക. അടുത്തത് ഗൈസ് മുളക്. ഈ ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പിന്മാറിയിരിക്കുന്നു. ഞാനിത് പിന്മാറി. നിങ്ങൾ ചെയ്തോ? ഇത് പറ്റില്ല. ചെറിയൊരു ഫൈറ്റിംഗ് കൊടുക്കണം. ഓക്കെ, കടിക്കണ്ട, വെറുതെ പൊത്തി പിടിക്കൊന്നും വേണ്ട. തുമ്പടിച്ചു ഞാൻ. നല്ല എരിവുണ്ട്. കഴിക്കാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത്. ഞാൻ വിഴുങ്ങി. അതിന്
എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ ഒരു ചാലഞ്ചിന് അഴിച്ചു നാരങ്ങ കഴിക്കുമ്പോ എന്താ എക്സ്പ്രഷൻ തോന്നുന്നു, അത് കഴിക്കുമ്പോഴായിരിക്കും എക്സ്പ്രഷൻ വരിക. അതെ അത് നന്ദൂന്റെ മോഹം നന്നായി ൂട്ടാടേ ഇതിങ്ങനെ ഇത് പൊളിക്കണില്ലേ? നാരങ്ങ പൊളിക്കണ്ട, ആ തോല് ഓറഞ്ച് ഓറഞ്ച്. അടുത്ത് നമ്മള് മിനി ഓറഞ്ചാണ് കഴിക്കാൻ പോണത്. ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? വീട്ടിലുണ്ടായതാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഫസ്റ്റ് ആരാ കഴിക്കണേ? ഫസ്റ്റ് നന്ദു. അടുത്തതിന്റെ കാണാമോ? അടുത്തത് കഴിച്ചു. നല്ല കുട്ടിയാണ്. മണ്ടിയുടെ ചായ ഈ കായ്പയ്ക്ക് പണ്ടേ ഇഷ്ടമല്ല. ഞാൻ എങ്ങനെ കഴിക്കുന്നത് ഞാൻ ചിലപ്പോ ഔട്ട് ആവും. പറയാണ് കൈപ്പിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വറുത്താല് നല്ല ഇഷ്ടമാണ്. അത് ഇഷ്ടം. മറ്റേ കടിക്ക് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ നിക്കല്ലേ. ആ ചമക്ക് പറ്റില്ല. ചമച്ചിട്ടും കൂടി ഇല്ല, ഒന്നും ചെയ്യണില്ല ഗൈസ്. വെറുതെ വായിലിട്ട് സ്ഥലമാണ് ഗൈസ്. കയ്പില്ലട്ടോ, തീരെ കയ്പില്ല. ഇല്ല കഴിച്ചോ, ചമക്ക് ചമച്ചോട് കയ്പില്ല. ഞാൻ ചെറുനാരങ്ങ കഴിച്ചോണ്ടാ തോന്നുന്നു. കയ്പില്ല. ചെറുനാരങ്ങ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുനാരങ്ങ അല്ല, അത് മിനി ഓറഞ്ച്. മിനി ഓറഞ്ച് സൂപ്പർ വൈബ് കഴിഞ്ഞ ഓളെ എക്സ്പ്രഷൻ ഇവിടെ നോക്കിയില്ലേ? അല്ല ഞാൻ ചോദിച്ചു എന്താണ് എക്സ്പ്രഷൻ. ഓള് നല്ല കള്ളപ്രക്കടിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് പറഞ്ഞോട്ടെ ഗൈസ്. സാധനം കയ്യില് പിടിച്ചത് ചെറുനാരങ്ങ തിന്നില്ല. ചെറുനാരങ്ങ തിന്നിരുന്നെങ്കിൽ കയ്പ് തോന്നില്ല. ഒരുപാട് കയ്പ് പറഞ്ഞിട്ട് കയ്പില്ലാന്നൊക്കെ അങ്ങനെ നിങ്ങളെ കയ്യില് ഒരു ടേസ്റ്റില്ലാതെ ചോക്ലേറ്റ് ആണെന്ന് കൊടുന്നുള്ളത്. അപ്പൊ അത് കഴിക്കുമ്പോഴുള്ള ഒരു രസമില്ലാത്ത മിഠായിയാണ് ക്ലെയറിന്റെ ഒരു ഛർദിക്കാൻ വരുന്ന പോലെ ഞാൻ കഴിക്കാം. ഞാന് കഴിച്ചോ. എന്താ ഇറക്കാൻ പറ്റാത്? ഇറക്കണ്ട, മെല്ലെ മെല്ലെ തിന്നാ മതി. അന്യശ്രീ കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ടായില്ലേ? ടേസ്റ്റാണേ. കടിക്കുമ്പോ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ തൂച്ചു. കുഴപ്പമില്ല, ഇനി ഞാനും കഴിക്കാം. കുഴപ്പമില്ല, നല്ല മിഠായാണ്. അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും അത്ര ബോറുമല്ല. രണ്ടിന്റെ ഈക്വലായിട്ട് കഴിച്ചോണ്ട് തോന്നുന്നു. കുഴപ്പമില്ല. ഇനിയൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഉപ്പും നമ്മളെ പുളി നമുക്ക് ഉപ്പിലിട്ടിട്ട് അതെ ഉപ്പിലിട്ടിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് കഴിക്കാം. കുഴച്ചെടുത്ത് തിന്നാം. നമ്മള് ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇങ്ങനെ തിരുമ്മി 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 തിരുമ്പ് തിരുമ്മി തിരുമ്പാണ് ഗൈസ്. നമ്മളവിടെ മാത്രം തിരുമ്പാന്ന് പറയുള്ളൂ. തുണി കഴുകണേന് തിരുമ്പാന്നാണ് പറയാ. നമ്മളോട് പറയാ. പുറത്തൊക്കെ ചില സ്ഥലത്തൊക്കെ അലക്കുക, വേറെ ഇംഗ്ലീഷിൽ വാഷ് ചെയ്യാന്ന് പറയും. ഞാനൊന്നിന്റെ ക്ലോത്ത് വാഷ് ചെയ്തിട്ട് വരാട്ടോ. ആയിക്കോട്ടെ. ഞാനൊന്ന്
ഇവളീ പുളി വാഷ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. അതെ, തിരുമ്പെന്ന് പറയാ വാഷയില്ല. അപ്പൊ ഈ പുളി വാഷ് ചെയ്തോണ്ടിരിക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം. സോ ടേസ്റ്റി. ഉപ്പ് ലവർ. ഇത്രേ ഉള്ളൂ വീഡിയോ. അയ്യോ ഒന്നിവിടെ നമുക്ക് ഇട്ടോണ്ടാ. ഞാൻ എടുത്തോണ്ട് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. എല്ലാവരും തന്നെ അടിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ചാലഞ്ച് വീഡിയോ ഡൺ. 4. ബൈ ഗൈസ്. ബൈ. ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിടുക. എന്നാലും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. സീ യു.